ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ റിയൽമി X2 എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഓൾറെഡി ഫോൺ ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ഞാനിവിടെ UAE-യിലായതുകൊണ്ട് തന്നെ ഫോൺ കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് റിയൽമി X2യുടെ ബോക്സ്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ റിയൽമി X2യുടെ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അകത്ത് മറ്റൊരു ചെറിയൊരു ബോക്സ് കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അകത്തിപ്പോൾ നമുക്ക് കാണാം, ഇവിടെ കേസാണ് വരുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസ് തന്നെയാണ്. റിയൽമി എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസ് തന്നെയാണ് തരാറുള്ളത്. ഫോണിൻ്റെ കാറ്റലോഗും മറ്റു ഡോക്യുമെൻറ്റേഷനും വാറണ്ടി കാർഡുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ റിയൽമി X2. അത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ബോക്സിനകത്ത് വരുന്ന മറ്റു എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണ ബോക്സിനകത്ത് കാണുന്നത് പോലെ തന്നെ ചാർജർ നമുക്കിവിടെ കാണാം. 30 വോൾട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടൈപ്പ് സി കേബിളാണ് ചാർജിനോടൊപ്പം. ടൈപ്പ് സി നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ ഫോണുകളിലും നമുക്ക് ഹെഡ്ഫോൺ അവൈലബിൾ അല്ല. സിം ഇജക്ടറും ടൂളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് റിയൽമി S2യുടെ ഡിസൈൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്യാമറ സൈഡിൽ കാണാം. മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ GW1 സെൻസറാണ് വരുന്നത്. അതുപോലെ 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ സെറ്റപ്പ്. റൈറ്റ് സൈഡിൽ വന്നാൽ പവർ ബട്ടണാണ്. ചെറിയൊരു കളർ ഷെയ്ഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ, ഇത്രയും കാര്യങ്ങളാണ് താഴെ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടണും സിം ട്രേയും കാണാം. സിം ട്രേയുടെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ട്രിപ്പിൾ കാർഡ് സോർട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. 2 സിം കാർഡും 1 മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആൻഡ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 32 മെഗാ പിക്സൽ ക്യാമറ ടോപ്പിൽ ആ നോച്ചിൻ്റെ അകത്ത് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫോണിൻ്റെ ഓവർവ്യൂ ഒന്ന് പറയാനുള്ളത്. റിയൽമി X2യുടെ പ്രധാന സ്പെസിഫിക്കേഷൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 6.4 ഇഞ്ച് വരുന്ന ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 730G ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. 4GB, 6GB, 8GB ഇങ്ങനെ 3 ഓപ്ഷൻ നമുക്കുണ്ട്. സ്റ്റോറേജ് 64GBയും അതുപോലെ 120GBയും അവൈലബിൾ ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ക്യാമറ 64 മെഗാ പിക്സൽ സാംസങ് GW1 സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 8 മെഗാ പിക്സൽ വൈഡ് ആംഗിളും 2 മെഗാ പിക്സൽ മാപ്രോ ലെൻസും കൂടി വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. അതുപോലെ 4000 mAh ബാറ്ററിയാണ്. VOOC ചാർജ് ഫോണാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 5 വോൾട്ട് അതുപോലെ തന്നെ 6 AMP ആണ് ഇതിൻ്റെ ചാർജർ. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് പരിശോധിക്കാം. പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓണായിട്ട് വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും തന്നെ ഇല്ല. ഇത് നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിങ് പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു ഫോണിലുള്ളത്. അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അബൌട്ട് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിയൽമി X2 മുകളിൽ കാണാം. താഴെയായിട്ട് പ്രൊസസ്സർ അതിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G ആണ്. താഴെയായിട്ട് ആൻഡ്രോയിഡ് വേർഷൻ 9 ബേസ്ഡ് ആണ്. 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്.
ഇനി നമുക്ക് ഡാർക്ക് മോഡ് അവൈലബിൾ ആണോ എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിലായിട്ട് ഡാർക്ക് മോഡ് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഡാർക്ക് മോഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഡാർക്ക് മോഡ് കാരണം നമ്മുടെ ബാറ്ററി ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറ ഇൻ്റർഫേസിലേക്ക് വരാം. ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് ഫ്രണ്ടിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം മെനുവിൻ്റെ അകത്താണ്. അതിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ 1x 2x സൂമിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. 10x വരെ നമുക്ക് സൂം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ 2x 5x വരെ ഇതാണ് നോർമലായിട്ടുള്ള സൂമിങ് ഓപ്ഷന്. പക്ഷേ നിങ്ങൾക്ക് കൈകൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 10x വരെ സൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കഴിഞ്ഞാൽ 10x വരെ ലഭിക്കും. വീണ്ടും അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1xലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടതുവശത്തുള്ള മെനു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അൾട്രാ 64 ഇവിടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നൈറ്റ് സ്കേപ്പ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം പനോരമ ഓപ്ഷൻ ഉണ്ട്, എക്സ്പേർട്ട് ഉണ്ട്, ടൈം ലേപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് താഴെയായിട്ട് കാണാം സ്ലോ മോഷൻ ഓപ്ഷൻ. മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഫോണിൻ്റെ അകത്ത് തന്നെ ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് സ്ലോ മോഷൻ വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് കാണാം അൾട്രാ മാക്രോ ഓപ്ഷനും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ വീഡിയോയുടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ടുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് വീഡിയോയുടെ റെസൊല്യൂഷൻ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 4K വീഡിയോ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ HD ക്വാളിറ്റിയിലുള്ള വീഡിയോ നിർമ്മിക്കാനുള്ള 3 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്യാമറയുടെ കുറച്ച് സാമ്പിൾസിലേക്ക് പോകാം. ഇതൊരു നോർമൽ ഇമേജസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. കളേഴ്സിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു നോർമൽ, അതായത് മെയിൻ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ മെയിൻ ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോസിൻ്റെ സൂമും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിവിടെ കാണുന്നത്. സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ഫോട്ടോസ് നമുക്കിവിടെ സൂം ചെയ്തിട്ട് നോക്കാം. കളറും കാര്യങ്ങളൊക്കെ സൂം ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് പോർട്രേറ്റ് മോഡിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് ബ്ലറായിട്ട് വരുന്ന ഫോട്ടോസാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോ ആണ്. അത് നിങ്ങൾക്ക് കാണാം സൂം ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസൊക്കെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ തന്നെ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം. ഈ ഒരു ക്യാമറ നമ്മൾ ബ്ലർ ചെയ്യാതെ നോർമലായിട്ട് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഇനി നമുക്ക് വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. നല്ല ക്വാളിറ്റിയിലുള്ള ക്യാപ്ചറിങ് തന്നെയാണ് നടക്കുന്നത്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രൈസിൽ ഇതൊരു നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണെന്ന് തന്നെ പറയാം. സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് കാണാം, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പോർട്രേറ്റ് മോഡ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഫേസിൽ വരുന്നിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 4K വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റെബിലൈസേഷനൊന്നും കിട്ടത്തില്ല. ഫുൾ HD മാത്രമേ ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടാകത്തുള്ളൂ. വീഡിയോയിൽ ബ്ലർ വരുന്ന ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് ഇത്ര പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. മറ്റൊരു 2 വീഡിയോ നിങ്ങളിവിടെ കാണാം. ഞാൻ നോർമൽ വീഡിയോ ആയിട്ട് എടുത്തതും അതുപോലെ തന്നെ വൈഡ് ആംഗിളിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. രണ്ടും ഒരേ പൊസിഷനിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ സൗണ്ട് ക്വാളിറ്റി നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ. ഇവിടെ ഇപ്പോൾ നല്ലൊരു കാറ്റുണ്ട്. ആ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ നിന്നൊന്ന് സൂം ചെയ്ത് നോക്കാം. 10x വരെ ഞാൻ സൂം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനിവിടെ സൂം ഔട്ട് ചെയ്തു. നിങ്ങൾക്ക് ആ ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും. വീണ്ടും ഞാനിവിടെ സൂം ഇൻ ചെയ്യാണ്.
ഓക്കെ, വീഡിയോയുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മികച്ചൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. സ്ലോ മോഷൻ മോഡ് എനേബിൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്ലോ മോഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ മെനുവിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു റേഞ്ചിന് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.